മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മാതാ മൃദാനന്ദമയിക്ക് ഇസഡ് കാറ്റഗറി പ്രൊട്ടക്ഷൻ കൊടുത്തു എന്നറിഞ്ഞപ്പോൾ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു ഫീലിംഗാണ് എനിക്കുണ്ടായത്. അതിനോട് ചേർത്ത് അവരുടെ ജീവനും അവർ ചെയ്യുന്ന മഹായജ്ഞവും സംരക്ഷിക്കാൻ അത് അത്യാവശ്യമായതുകൊണ്ട് കൊടുത്തു എന്ന ഒരു ചെറിയ സംതൃപ്തി. യഥാർത്ഥത്തിൽ ഇസഡ് കാറ്റഗറി പ്രൊട്ടക്ഷൻ മാതാ മൃദാനന്ദമയിക്ക് കൊടുത്തു എന്ന് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് കാശ്മീരം എന്ന സിനിമയില് ജഡ്ജിയായിട്ട് അഭിനയിക്കുന്ന ശാരദ. ആ ജഡ്ജി ഒരു തീവ്രവാദിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ഇങ്ങനെ വിധിക്കാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞപ്പോൾ ആ ജഡ്ജിയുടെ ഓരോ വ്യക്തികളെ ആയിട്ട് ഉന്മൂലനം ചെയ്യുമ്പോൾ ആ ജഡ്ജിക്ക് പ്രൊട്ടക്ഷൻ ഇസഡ് കാറ്റഗറി കൊടുത്തപ്പോൾ ആ ജഡ്ജിയുടെ ജീവിതത്തിൽ അന്ന് വരെ ആസ്വദിച്ചിരുന്നതും അനുഭവിച്ചിരുന്ന സകല സ്വാതന്ത്ര്യവും ഇല്ലാതെയായ ഒരവസ്ഥ. ഗംഭീരമായിട്ടിത് ആ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ബ്ലാക്ക് കാറ്റ് അല്ലാത്തവരെ സെക്യൂരിറ്റിക്കാര് വീട്ടില്, ഗേറ്റില്, ബാത്റൂമില്, അടുക്കളയില്, വീടിനകത്ത് തെക്കോട്ടും വടക്കോട്ടും ഒക്കെ നടക്കുക. സ്വസ്ഥത എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് പോകുന്നൊരവസ്ഥ. അതൊരു ജഡ്ജിയുടെ കാര്യത്തില് ലക്ഷക്കണക്കിന് വ്യക്തികളെ അടുത്ത് വിളിച്ചു വരുത്തി ഇരുത്തി കയ്യ് തോളത്തിട്ട് ആശ്വസിപ്പിക്കുന്ന ഒരമ്മയ്ക്ക് ഇനി ആരെയും അടുപ്പിക്കാനേ പറ്റില്ല. ആരെയും അടുത്തു കൊണ്ടുവരാനോ അവരെ തൊടാനോ വരുന്നവരെ പൂർണ്ണ സെക്യൂരിറ്റി ചെക്കില്ലാതെ അകത്തേക്ക് വിടാനോ ഒന്നും സാധിക്കില്ല. ശരിക്കും ലോക ജനത അമ്മയെ ആരാധിച്ചിരുന്നത് ഒരു അതിർവരമ്പുകളും മതിൽക്കെട്ടും വേലിക്കെട്ടും ഇല്ലാതെ എല്ലാവരിലേക്കും ചെല്ലുന്ന ഒരു സെയിന്റ് എന്ന രീതിയിൽ അമേരിക്കയിൽ പറയുന്നുകൊണ്ടിരുന്നത്. ഇനി അത് സാധിക്കില്ല. അവരെ നിലനിർത്താനായിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികളില്ലാതെയാക്കേണ്ടി വരുന്നൊരവസ്ഥ. അമ്മയെ ജീവനോടെ നിലനിർത്താനായിട്ട് അമ്മ ചെയ്യുന്ന പ്രവൃത്തികളില്ലാതെയാക്കേണ്ടി വരുന്നൊരവസ്ഥ ചിന്തിച്ചു നോക്കാം. വേദവ്യാസനെ നിലനിർത്താനായിട്ട് വേദവ്യാസൻ ചെയ്ത പുസ്തകങ്ങളൊക്കെ അങ്ങ് ബാൻ ചെയ്യുന്ന മാതിരിയാണ്. അപ്പോ അത്ഭുതവും വേദനയും തോന്നുന്നത് ഗവൺമെന്റ് ചെലവിൽ അമ്മയ്ക്ക് സെക്യൂരിറ്റി കൊടുത്തോ, അതിന്റെ ചെലവ് എത്രയാണ്, അത് ആ മഠത്തിലെ ആൾക്കാർ കൊടുക്കുന്നോ ഗവൺമെന്റ് കൊടുക്കുന്നോ, അതിനേക്കാളുപരി അമ്മ ജീവിക്കുന്നത് കോടിക്കണക്കിന് രൂപ സുനാമിക്കാർക്കും കോടിക്കണക്കിന് രൂപ ശൗചാലയത്തിനും ഉള്ളവരിൽ നിന്ന് മേടിച്ചിട്ട് ഇല്ലാത്തവർക്കാണ് കൊടുക്കുന്നത്. അമ്മ തന്നെ നോട്ടടിക്കുന്നൊന്നുമില്ല. ആ ഉള്ളവർ തരുന്നത് മേടിച്ചിട്ട് അവനവന്റെ ആശ്രമം വിപുലീകരിക്കുന്നതിന് പകരം പാവങ്ങൾക്കും ഉള്ള വിദ്യാർത്ഥികളിൽ നിന്ന് നല്ലോണം ഫീസ് വാങ്ങിച്ച് ഉള്ള പൈസയുള്ള രോഗികളിൽ നിന്ന് നല്ലോണം എമൗണ്ട് വാങ്ങിച്ച് ഇല്ലാത്ത രോഗികൾക്കും അനാഥർക്കും വൃദ്ധർക്കും മാനസികമായിട്ട് വികസിക്കാത്തവർക്കും വീടില്ലാത്തവർക്കും എല്ലാവർക്കും സഹായിക്കുന്നു. ഒരു സംശയമില്ല. ഫോറിനിൽ നിന്ന് പൈസ ഉള്ളവരിൽ നിന്ന് വാങ്ങിച്ച് ഇന്ത്യയിലേക്ക് വന്നിട്ട് പൈസ ഇല്ലാത്തവർക്ക് കൊടുക്കുന്നു. ഇന്ത്യയിലേക്ക് മാത്രമല്ല, ഇന്തോനേഷ്യയിൽ കൊടുത്തു, ജപ്പാനിൽ വരെ കൊടുത്തു. ജപ്പാനിൽ സുനാമി വന്നപ്പോഴത്തേക്കും ആ സുനാമി എഫക്റ്റ് ചെയ്തവരുടെ മക്കളെ പഠിപ്പിക്കാനായിട്ട് അമ്മയാ പൈസ കൊടുത്തത്. അവിടെ പൈസ ഇല്ലാത്ത കൊണ്ടൊന്നുമല്ല, അമ്മ കൊടുത്ത പൈസ കൊണ്ട് അവരെല്ലാവരും പഠിപ്പിക്കാനും പറ്റില്ല. ഫോറിനിൽ നിന്ന് പൈസ വരുന്നില്ല എന്ന് ചോദിച്ചാൽ 100% ഉണ്ട്. ഉള്ളവർ തരുന്നത് എടുത്തിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് സദസ്സിലും ഏത് വ്യക്തിയുടെയും അടുത്തിയെന്ന് ഏത് പ്രായക്കാരുടെയും അടുത്തി എന്നിട്ട് അവരെ തലോടുകയും അവരുടെ കണ്ണീര് തുടയ്ക്കുകയും ചെയ്യുന്ന ആ പ്രവൃത്തി ഇസഡ് കാറ്റഗറി വന്നതോടുകൂടി ഇല്ലാതെയാവല്ലേ എന്ന് പ്രാർത്ഥിക്കാം. ഇസഡ് കാറ്റഗറി അല്ലെങ്കിൽ വൈ കാറ്റഗറി അല്ലെങ്കിൽ കെ കാറ്റഗറി ഏത് കാറ്റഗറിയിലുള്ള സെക്യൂരിറ്റി വന്നാലും ശരിക്കും പറഞ്ഞാൽ അവനവന്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും ഹനിക്കുന്ന ഒരവസ്ഥ. മറ്റു പലരും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഇല്ലാതെയാകേണ്ടി വരുന്ന അവസ്ഥ. കാശ്മീരത്തിലെ ആ ജഡ്ജിയുടെ അവസ്ഥ അമ്മയ്ക്ക് വന്നാലുള്ള അവസ്ഥ എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കാം. ആര് പൈസ ചിലവാക്കുന്നോ പൈസ ചിലവാക്കുന്നില്ലയോ എന്നുള്ളതൊന്നും നമ്മുടെ ബോധറേഷന്റെ ഭാഗമൊന്നുമല്ല. ഇനി അത് ബോധർ ചെയ്യേണ്ടവർ ചെയ്തോട്ടെ. അവരെ കുറിച്ച് ബോധർ ചെയ്യേണ്ടത് നമ്മുടെ ജോലിയൊന്നുമല്ല.
ഏതായാലും നികുതിദായകന്റെ പൈസ കൊണ്ട് ഇവിടെ ഓരോരുത്തരും പ്രത്യാശയുടെ ചിഹ്നമൊക്കെ ഉപയോഗിച്ച് അങ്ങ് വെട്ടിപ്പിടിക്കുന്ന മാതിരി ഒന്നും അമ്മ വെട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ആരെയും മതം മാറ്റാൻ പോയിട്ടുമില്ല, ആരെയും പറ്റിച്ചിട്ടുമില്ല, ചതിച്ചിട്ടുമില്ല, വഞ്ചിച്ചിട്ടുമില്ല, പള്ളിമേടകളൊട്ടും ഉണ്ടാക്കിയിട്ടുമില്ല, അമ്പല സൗധങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. 2000, 3000, 4000 പേർക്ക്, 4000 കുടുംബങ്ങൾക്ക് ഈ ഭൂമി കുലുക്കം ഉണ്ടായപ്പോൾ അഹമ്മദാബാദിൽ ചെന്നിട്ട് വീട് വെച്ച് കൊടുത്തതാണ്. അതിനൊന്നും അപ്രീസിയേഷൻ ഒന്നും വേണ്ട. ഈ ഇസഡ് കാറ്റഗറിയിൽ വന്നപ്പോഴത്തേക്കുള്ള അവഹേളനം ചില വരികളിൽ നിന്ന് നികുതിദായകന്റെ പണം കൊണ്ടാണ്. ഇവിടെ 2Gയും 3Gയും കൽക്കരി സ്കാമിലും ഒക്കെ ലക്ഷക്കോടികളാണ് ഉണ്ടാക്കിയത്. അതിലൊന്നും ഒരു കുഴപ്പമില്ല ആർക്കും. അതും ഇതുമായിട്ട് കമ്പയർ ചെയ്തതല്ല. അങ്ങനെ വെട്ടിപ്പിടിക്കാനും കള്ളപ്പണം ചെയ്യാനും പാർട്ടി ഓഫീസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ പാർക്കുകൾ ഉണ്ടാക്കാനും വരെ നികുതിദായകന്റെ പൈസ എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒന്നും ആർക്കും എതിർപ്പില്ല. അത് എതിർക്കണമെന്ന് ഞാൻ പറയുന്നുമില്ല. ഇത് എതിർക്കുന്നതുകൊണ്ട് എനിക്കൊരു വിരോധമില്ല. അമ്മയ്ക്ക് ഗവൺമെന്റ് ടാക്സുകാരുടെ പൈസ കൊണ്ടാണ്. അവരവരുടെ സൗകര്യം അത് എതിർക്കാതിരിക്കുകയോ ചെയ്തോട്ടെ. എൻ്റെ ദുഃഖം ഒന്ന് മാത്രമേ ഉള്ളൂ. ഏത് വ്യക്തിയുടെ അടുത്തും ഇറങ്ങിച്ചെന്ന് അവന്റെ കണ്ണുനീര് തൊപ്പുന്ന ഒരേ ഒരു സ്ത്രീ, ഒരേ ഒരു അമ്മ, ഒരേ ഒരു അവതാരം, അത് മുക്കുവ വംശത്തിൽ ജനിച്ച് ഇത്രയും വരിക. ജാതി പേര് പറഞ്ഞ് വരെ അവരെ അവഹേളിക്കുന്ന DYFIക്കാരും SFIക്കാരും CPMകാരും ഉണ്ട്. അധകൃതർക്ക് വേണ്ടിയിട്ട് ജീവിച്ച വ്യക്തികളും ജീവിക്കുന്ന വ്യക്തികളെന്ന് പറയുന്നവരാണ് അമ്മയുടെ ജാതി പറഞ്ഞ് അമ്മയെ അവഹേളിക്കുന്നത്. ഏതായാലും അതൊന്നും അമ്മയെ ഏൽക്കില്ല, അമ്മയുടെ ഭക്തന്മാരെ ഏൽക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. 1037 ക്ഷേത്രം സ്വന്തം കൈകൊണ്ട് പ്രതിഷ്ഠിച്ചപ്പോൾ ഹിന്ദു സമൂഹം അത് സ്വീകരിച്ചു. ഇതിനേക്കാളും വലുത് എന്താ ഉള്ളത്? 1 ഒരു സ്ത്രീ, 2 മുക്കുവംശത്തിൽ ജനിച്ച ആള്, 3 തന്ത്രം പഠിക്കാത്ത ആള്, 4 വേദം പഠിക്കാത്ത ആള്, പിന്നെ അവർക്ക് സഹായം കൊടുത്തത് മന്ത്രവും തന്ത്രവും വേദവും പഠിച്ചവരായിരുന്നു. പരികർമ്മികളായിട്ട് ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠകളൊക്കെ നടത്തിയത്. അപ്പൊ സമൂഹം അംഗീകരിച്ചിട്ടുണ്ട്. ലക്ഷങ്ങളും കോടിക്കണക്കിന് ജനങ്ങളും അവരെ കാണാൻ വരുന്നുമുണ്ട്. ആരെങ്കിലും കുറെ പട്ടികള് റോഡ് സൈഡിൽ ഇരുന്ന് കാളവണ്ടി ചന്തയിലേക്ക് പോകുമ്പോൾ കുരച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും അമ്മയെ ബാധിക്കാൻ പോണില്ല. പക്ഷെ എൻ്റെ ദുഃഖം വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞത് പറഞ്ഞു. ഇനി അമ്മയ്ക്ക് ഇറങ്ങിച്ചെന്ന് സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പറ്റുമോ? എൻ്റെ ദുഃഖത ആ സാധാരണക്കാരെ മൊത്തം സെക്യൂരിറ്റിക്കാര് ചെക്ക് ചെയ്ത് അകത്തേക്ക് വിടേണ്ടി വരിക. ഞാൻ ഈ മിഷിഗണിൽ പോയപ്പോൾ അമ്മയെ കണ്ടിരുന്നു, ഷിക്കാഗോയിൽ പോയപ്പോൾ 2 പ്രാവശ്യം കണ്ടിരുന്നു. എന്നെ ഒരു സെക്യൂരിറ്റിക്കാരൻ ചെക്ക് ചെയ്തിട്ടല്ല അകത്തേക്ക് വിട്ടത്. എന്നെ കണ്ട ഉടനെ ആൾക്കാർ അകത്തേക്ക് വരാൻ പറഞ്ഞു. ഞാൻ അമ്മയുടെ അടുത്തിരുന്നു. മോനിവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. അമ്മ കുറേ നേരം സംസാരിച്ചു. ശ്രീ രവിശങ്കറിൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ട്. കാലിഫോർണിയയിൽ ഗുരുജിയെ സ്വാഗതം പറഞ്ഞത് ഞാനാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. സ്വാമിയുടെ സായിബാബയുടെ ജന്മദിനത്തിന് 1 മണിക്കൂർ പ്രഭാഷണത്തിനടുത്ത് സ്വാമിയുടെ അടുത്ത് നിന്നുകൊണ്ട് കൊടുക്കാൻ ഭാഗ്യം കിട്ടിയതാണ്. അടുത്ത് നിന്നുണ്ട്. ഈ വർഷം നവംബർ 20 ഇന്റർനാഷണൽ വേദ സമ്മേളനം 1 ലക്ഷത്തോളം പേര് പങ്കെടുക്കുന്നതാണ്. ഡെലിഗേറ്റ്സ് ആയിട്ടും അല്ലാതെ പുട്ടപർത്തിയിൽ. അതിൻ്റെ കീനോട്ട് അഡ്രസ്സ് ഞാനായിരിക്കും. ജീവിച്ചിരിക്കുകയാണെങ്കിൽ കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ. ഈ നവംബർ 20 എൻ്റെ ഒഫീഷ്യൽ ബർത്ത്ഡേയും കൂടിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സായിബാബയുടെ അവിടെ ഇന്റർനാഷണൽ വേദി കോൺഫറൻസിന്റെ കീനോട്ട് അഡ്രസ്സ് കൊടുക്കാൻ എന്നെ വിളിച്ചതില്ല. സായിബാബയാണെങ്കിലും ഗുരുജിയാണെങ്കിലും ബ്രഹ്മകുമാരീസിലും പോകാറുണ്ട്, ചിന്മയ മിഷനിലും പോകാറുണ്ട്, ഭൂമാനന്ദ സ്വാമിയുടെ അടുത്തേക്കും പോകാറുണ്ട്. അവരെയൊക്കെ സമൂഹത്തിന് ഹിന്ദു ധർമ്മത്തിന് വേണ്ടി നന്മ ചെയ്യുന്നവരെന്നുള്ള രീതിയിലാണ് ഞാൻ കാണുകയും തൊഴുകയും ഒക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അമ്മയ്ക്ക് ഇസഡ് കാറ്റഗറി കിട്ടിയതിൽ ഏറ്റവും അധികം ദുഃഖിക്കുന്ന വ്യക്തി ഞാനാണ്. അമ്മയുടെ സംരക്ഷണത്തിലും അമ്മയുടെ ജീവനിലും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ തന്നെ അമ്മ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ദൗത്യത്തിന് ഒരു മതില് വേലിക്കെട്ടുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ദുഃഖം എന്ന് പറഞ്ഞതെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.